ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ് പേപ്പർ ടുഡേ ദിനപത്രങ്ങളിലൂടെയുള്ള 1149ാമത് ദിനത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സുരക്ഷിത ദിനം, ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ സൈറ ബീഗം കാസിം കൊച്ചിയിൽ നിന്നും മാതൃഭൂമി വാർത്തകളുമായി നിങ്ങളോടൊപ്പം. ഇന്ന് ഓഗസ്റ്റ് 4 ഞായറാഴ്ച, കൊല്ലവർഷം 1199, കർക്കിടക മാസം 20-ാം തീയതി. ഒപ്പമുണ്ട് ഈ നാടും ഞാനും എന്ന ടൈറ്റിലിൽ ഉരുൾപൊട്ടലിൽ ഉലഞ്ഞുപോയ ജീവിതങ്ങൾക്ക് താങ്ങേകാൻ ദുരന്തഭൂമിയിലെത്തിയ മോഹൻലാൽ എഴുതുന്നു എന്ന ടൈറ്റിലുള്ള അദ്ദേഹത്തിന്റെ ദൃശ്യം സഹിതമുള്ള ഒരു വാർത്തയാണ്. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിക്കാനെത്തിയതിന്റെ ദൃശ്യം കേണൽ നവീൻ ബെൻജിത്തുമൊപ്പം നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു ദൃശ്യമാണ് ആദ്യമായി ഇവിടെ പ്രധാന വാർത്തയായി പങ്കുവച്ചിട്ടുള്ളത്. 45 വർഷത്തിലധികമായി തുടരുന്ന അഭിനയ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങളെ എനിക്ക് അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തമായ ജീവിതങ്ങളുള്ളവയായിരുന്നു, വിവിധ വിചാരങ്ങളുള്ളവയായിരുന്നു. ആ വികാരങ്ങളിൽ കടുത്ത ദുഃഖവും വേർപാടും ജീവിത ദുരന്തങ്ങളും ഉണ്ടായിരുന്നു. 2 തവണ മരണം അതിന്റെ കാഠിന്യത്തിൽ എന്നെ തൊട്ടിട്ടുണ്ട്. ആദ്യത്തേത് ജ്യേഷ്ഠൻ പ്യാരിലാലിന്റെ വേർപാട്, രണ്ടാമത്തേത് നടൻ ആലുമൂടൻ ചേട്ടന്റേത്. ആലുമൂടൻ എന്റെ മടിയിൽ കിടന്നാണ് മരണത്തിലേക്ക് മറിഞ്ഞത്. എന്നാൽ ഈ സന്ദർഭങ്ങളിലൊന്നും അനുഭവിക്കാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ശനിയാഴ്ചയുടെ പകൽ ഞാൻ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദമായി ഒരു കോളം ഇവിടെ പങ്കുവച്ചിരിക്കുന്നു. മോഹൻലാൽ മാനേജിംഗ് ഡയറക്ടറായ വിശ്വശാന്ത് ഫൗണ്ടേഷൻ 3 കോടി രൂപ പുനരധിവാസത്തിന് നൽകും, മുണ്ടക്കൈ സ്കൂൾ നവീകരിക്കും എന്നുള്ള വാർത്തയോടൊപ്പം ദുരിതബാധിതർക്ക് സ്നേഹവീട്, പുനരധിവാസത്തിന് പുതിയ ടൗൺഷിപ്പ്, 485 വീടുകൾക്ക് വാഗ്ദാനം. ദുരന്ത കാരണം പഠിക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രവചനത്തെ മറികടന്നുണ്ടായ അതിതീവ്ര മഴയാണ് കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതെന്നും തീവ്രമഴയുടെ പ്രവചനം മെച്ചപ്പെടുത്താൻ കേരളത്തിന് അനുസൃതമായ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കാൻ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി. വീട് നൽകാമെന്ന് അറിയിച്ചവരുടെ ഒരു പട്ടിക ഇവിടെ അനുബന്ധമായി നൽകിയിട്ടുണ്ട്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം. വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അത് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തടസ്സമില്ല, അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നാട്യവിസ്മയം അരങ്ങൊഴിഞ്ഞു. യാമിനി കൃഷ്ണമൂർത്തിക്ക് വിട. വിഖ്യാത ഭരതനാട്യ കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തി 84 വയസ്സായിരുന്നു, അന്തരിച്ചു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം. ന്യൂഡൽഹി ഖോസ് ഹാസിൽ യാമിനി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തിവരികയായിരുന്നു. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കർക്കിടക വാവു ദിനത്തിൽ ആലുവ മണപ്പുറത്ത് നടന്ന ബലിതർപ്പണത്തിൽ നിന്നുള്ള ഒരു ദൃശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ മണപ്പുറത്ത് ചെളി നിറഞ്ഞതിനാൽ ഇത്തവണ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനുള്ള സ്ഥലത്താണ് ബലിതർപ്പണം നടന്നത്. ഫോട്ടോയ്ക്ക് കടപ്പാട് റിദിൻ ദാമു. ഓൺലൈൻ ഭക്ഷ്യവിതരണം വേതന വ്യവസ്ഥ നിശ്ചയിക്കുന്നു എന്ന കൊല്ലത്ത് നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട്. വിഴിഞ്ഞത്ത് കൊളംബോയേക്കാൾ നിരക്ക് കുറവ് അന്താരാഷ്ട്ര തുറമുഖ പ്രവർത്തനത്തിന്റെ ഭാഗമായി തുറമുഖത്ത് കപ്പലുകളും ചരക്കും എത്തിക്കുന്നതിനുള്ള നിരക്കുകൾ പ്രഖ്യാപിച്ചു. കപ്പലിന്റെ കേവ് ഭാരം കണക്കാക്കിയാണ് നിരക്കുകൾ നിശ്ചയിക്കുന്നത്. വിഴിഞ്ഞത്ത് $10,000 താഴെ മാത്രമാണ് നിരക്കെന്നാണ് റിപ്പോർട്ട്. കർക്കിടകവാവ് ദിനത്തിൽ എറണാകുളം തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തിയ ഭക്തർ പിതൃക്കൾക്കായി സമർപ്പിച്ച വടപൂജകളുടെ ദൃശ്യം പ്രദീപ് കുമാർ നമുക്കായി പങ്കുവച്ചിരിക്കുന്നു. പെരിയാറിലിറങ്ങാതെ കർക്കിടകവാവ് ബലിതർപ്പണം. കർക്കിടകവാവ് ദിനത്തിൽ ആലുവ മണപ്പുറത്ത് നടന്ന ബലിതർപ്പണത്തിന്റെ ദൃശ്യവും ദൃശ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. മാതൃഭൂമി ഹയർ ഫ്യൂച്ചർ സൗജന്യ വിദേശ വിദ്യാഭ്യാസ സെമിനാർ ഇന്ന് നടക്കും. വേദി ഹോട്ടൽ മാരിയറ്റ്. ഉച്ചയ്ക്ക് 2:30 മുതൽ ആണ്. പ്രവേശനം സൗജന്യമാണ്. ഭൂതത്താൻകെട്ടിൽ ടൂറിസത്തിനായി നിർമ്മിച്ച ചെക്ക് ഡാമിന്റെ ബണ്ട് തകർന്ന് ജലപ്രവാഹം. അപകട ഭീഷണിയില്ലെന്ന് പെരിയാർ വാലി. ഭൂതത്താൻകെട്ടിൽ ഡാമിന് സമീപത്ത് ടൂറിസം ലക്ഷ്യമാക്കി നിർമ്മിച്ച ചെക്ക് ഡാമിന്റെ ഒരു വശത്തെ ബണ്ടിടിഞ്ഞ് വലിയ തോതിൽ ജലപ്രവാഹമുണ്ടായി. ഡാം സംഭരണിയിലേക്ക് ആണ് വെള്ളം ഒഴുകിയെത്തുന്നത്. അപകട ഭീഷണിയൊന്നും ഇല്ലെന്നാണ് പെരിയാർ വാലി അധികൃതർ അറിയിക്കുന്നത്. അതിന്റെ ഒരു ദൃശ്യവും ഇവിടെ കാണുന്നു.
30 ഗ്രാം MDMA-യുമായി 7 യുവാക്കൾ പിടിയിലായി എന്ന് പെരുമ്പാവൂരിൽ നിന്ന് ദൃശ്യം സഹിതമുള്ള റിപ്പോർട്ട്. ഹരിശ്രീ അശോകന് 17.83 ലക്ഷം 18 ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവ്. പഞ്ചാബി ഹൗസ് നിർമ്മാണത്തിൽ അപാകം എന്ന ടൈറ്റിലുള്ള റിപ്പോർട്ടാണ്. നടൻ ഹരിശ്രീ അശോകന്റെ പഞ്ചാബി ഹൗസ് എന്ന വീടിന്റെ നിർമ്മാണത്തിൽ വരുത്തിയ ഗുരുതരമായ പിഴവിനാണ് 17.83 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഉത്തരവ്. SNDP യോഗത്തിന് മേൽ കുതിര കയറണ്ട എന്ന CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. വെള്ളാപ്പള്ളി SNDP യോഗത്തെ നയിക്കുന്നതിൽ ആശങ്കയില്ലെന്നും അനുബന്ധമായ റിപ്പോർട്ട്. സംഭാവനയുടെ കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് എന്ന് MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നതിൽ പാർട്ടിയിൽ തർക്കമുണ്ടെങ്കിൽ അത് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. PG സാഹിത്യ പുരസ്കാരം പ്രൊഫസർ MK സാനുവിന് സമ്മാനിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കണമെന്ന് NCP. സൊമാലിയയിൽ ഹോട്ടലിൽ ഭീകരാക്രമണം 32 പേർ മരണപ്പെട്ടു എന്ന് മൊഗാദിഷുവിൽ നിന്നുള്ള റിപ്പോർട്ട്. സ്വർണ്ണക്കടപ്പത്രത്തിന്റെ കാലാവധി എത്തുന്നു എന്ന് വാണിജ്യ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വാർത്തകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. വെങ്കടേഷ് ജി അതിലേക്ക് എത്തുമെന്ന് തന്നെ വിചാരിക്കുന്നു. ശബരിമല വിമാനത്താവളം വിജ്ഞാപനങ്ങൾ റദ്ദാക്കി ഭൂമി ഉടമകളിലേക്ക് എന്ന് KR പ്രഹ്ലാദൻ കോട്ടയത്ത് നൽകുന്ന റിപ്പോർട്ട്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം സർക്കാർ റദ്ദാക്കി. നൃത്തവേദിയിലെ പൗർണമി എന്ന ടൈറ്റിലിൽ ചെന്നൈയിൽ നിന്നുള്ള റിപ്പോർട്ട്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ മദനപ്പള്ളിയിലെ കൊച്ചു ഗ്രാമത്തിൽ ഒരു പൗർണമി ദിനത്തിലാണ് യാമിനി ജനിച്ചത്. അതുകൊണ്ട് അച്ഛൻ M കൃഷ്ണമൂർത്തിയും അമ്മ ലക്ഷ്മിയും ചേർന്ന മകൾക്ക് യാമിനി പൂർണ്ണ തിലക എന്നാണ് പേരിട്ടത്. ജനിച്ചത് ആന്ധ്രയിലാണെങ്കിലും യാമിനി വളർന്നത് തമിഴ്നാട്ടിലാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആര്യസമാജത്തിന്റെ പ്രവർത്തകനായിരുന്നു യാമിനിയുടെ മുത്തച്ഛൻ മുങ്കാര ഗോവിന്ദമൂർത്തി. സംസ്കൃത പണ്ഡിതനും കവിയുമായിരുന്നു അച്ഛൻ. വീട്ടിൽ നിന്ന് തന്നെ യാമിനി തെലുഗുവും സംസ്കൃതവും കന്നഡയും വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിച്ചു. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഋഷിവാലി സ്കൂളിലും ചെന്നൈയിലെ ബെസന്റ് സ്കൂളിലും പഠിച്ചു. കുടുംബം ചിദംബരത്തേക്ക് താമസം മാറിയതാണ് യാമിനിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള യാമിനി കൃഷ്ണമൂർത്തിയുമായി ബന്ധപ്പെട്ട ഓർമ്മക്കുറിപ്പ്. നൃത്തവേദിയിലെ പൗർണമി അസ്തമിച്ചിരിക്കുന്നു. ചിന്മയ മഹാസമാധി ദിനം ആചരിച്ചു എന്ന് പിറവത്ത് നിന്നൊരു റിപ്പോർട്ട്. ഭരണനിർവഹണത്തിന്റെ യഥാർത്ഥ മാതൃകയെ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ ഗവർണർമാരുടെ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്ഭവനുകളുടെ ഫലപ്രദമായ പ്രവർത്തനത്തിന് അവിടെയുള്ള ജീവനക്കാർക്ക് മതിയായ രീതിയിലുള്ള പരിശീലനം ഉറപ്പിക്കണമെന്നും സാങ്കേതിക വിദ്യകളെ പരമാവധി ഉപയോഗപ്പെടുത്തണം, ഡിജിറ്റൽ വൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരി വിമുക്തമാക്കാനുള്ള ബൃഹത്തായ പ്രചാരണം ഗവർണർമാർ ഏറ്റെടുക്കണം, രാജ്ഭവനുകളിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും നടപടികൾ ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഒരു നാട് മറഞ്ഞതിങ്ങനെ എന്ന ടൈറ്റിലിൽ വളരെ വിശദമായ ഫീച്ചറുകൾ ചിത്രം സഹിതം ദുരന്ത വ്യാപ്തി അറിയാൻ ഡ്രോൺ ഇന്നിറങ്ങുമെന്നും മേപ്പാടിൽ നിന്നുള്ള റിപ്പോർട്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. സന്നദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർക്ക് ആകസ്മിക അവധി പ്രഖ്യാപിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ കാരണങ്ങളെ ചൊല്ലി സംവാദങ്ങളും വാഗ്വാദങ്ങളും മുഴങ്ങിത്തുടങ്ങി. പശ്ചിമഘട്ടത്തിന്റെ തകർച്ചയും ഗാഡ്ഗിൽ റിപ്പോർട്ടും വരെ ഇതോടൊപ്പം ചർച്ചയാകുന്നു. എന്നാൽ ഒറ്റവാക്കിൽ നിർവചിക്കാവുന്നതല്ല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ കാരണം. മേഖലയിൽ പെയ്ത അതിതീവ്ര മഴ മുതൽ മേഖലയുടെ മണ്ണിന്റെ ഘടന വരെയുള്ള പല ഘടകങ്ങൾ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ. മുണ്ടക്കൈയിലും ചൂരൽമലയിലും എന്താണ് സംഭവിച്ചത് എന്ന് മണ്ണ് ഗവേഷകനും വയനാട് ജില്ലാ മുൻ മണ്ണ് സംരക്ഷണ ഓഫീസറുമായ PU ദാസിന്റെ നിഗമനങ്ങൾ ഇവിടെ വളരെ വിശദമായി ചിത്രം സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അനുബന്ധമായി മറ്റൊരു വാർത്ത. ആ കൈപ്പത്തി ചിതയിൽ അമർന്നു എന്ന ടൈറ്റിലിൽ ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയ ജിഷയുടെ കൈപ്പത്തി ചിതയിൽ വെച്ചപ്പോൾ അച്ഛൻ രാമസ്വാമി അന്ത്യോപചാരം അർപ്പിക്കുന്ന ഹൃദയഭേദകമായ ഒരു ദൃശ്യം. ജിഷ ഇനി ഓർമ്മ എന്ന ടൈറ്റിലിൽ.
മണ്ണിനടിയിലെ മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിൽ ഐബോട്ട് ഡ്രോൺ ഉപയോഗിച്ച് മുണ്ടക്കയിൽ പരീക്ഷണ പറക്കൽ നടത്തുന്ന ദൃശ്യവും ഇവിടെ മാതൃഭൂമി നമുക്കായി പങ്കുവച്ചിരിക്കുന്നു. കൈപിടിച്ച് ഒറ്റക്കെട്ടായി എന്ന ടൈറ്റിലിൽ ഉരുൾപൊട്ടലിൽ ഒന്നാകെ ഉലിഞ്ഞുപോയി നാട്, ജീവന്റെ തുടിപ്പുകൾ കണ്ടെത്താൻ അറ്റവരെ തിരയാൻ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് ഓരോരുത്തരും. അവിടെ സേനാ വിഭാഗങ്ങളുമുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുന്നത് മനുഷ്യരെന്ന ചിന്ത മാത്രം. അവരുടെ വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരം. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് നിർമ്മിച്ച നടപ്പാലത്തിലൂടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പോകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ദൃശ്യവും ഇവിടെ കാണുന്നു. രക്ഷാപ്രവർത്തകർക്ക് സൈന്യം രക്ഷ എന്ന ടൈറ്റിലിൽ കൊടുമനത്തിൽ കുടുങ്ങിയ 2 പേരെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തിയെന്ന് KP ഷൗക്കത്ത് അലി മേപ്പാടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അകപ്പെട്ടത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ. ക്യാമ്പുകൾ മലിനമുക്തമാക്കാൻ മാതൃഭൂമി കൈത്താങ്ങ് 1000 പ്ലേറ്റും ഗ്ലാസും നൽകി നടൻ ടൊവിനോ. ചെളിയും വെള്ളക്കെട്ടും തടസ്സമല്ല, ഓഫ് റോഡേഴ്സ് ഉണ്ട് എന്ന ടൈറ്റിലിൽ മറ്റൊരു വാർത്ത. വാതിലടയ്ക്കാത്ത ഒരു പള്ളിയുണ്ട് മേപ്പാടിയിൽ നിന്ന് നവീൻ മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നു. മേപ്പാടി മുസ്ലിം ജമാഅത്ത് മസ്ജിദിലെ ഭക്ഷണ വിതരണം ദൃശ്യവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട്. ഇന്നത്തെ എഡിറ്റോറിയൽ പ്രവേശന പരീക്ഷകൾ സുതാര്യമാവണമെന്ന ടൈറ്റിലാണ്. കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്രമക്കേടുകൾ തയ്യാറാക്കാനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റമറ്റ രീതിയിൽ നീറ്റ് പരീക്ഷ നടത്താൻ ബന്ധപ്പെട്ട ഏജൻസികൾ തയ്യാറായേ തീരൂ എന്നുള്ള ആഹ്വാനത്തോടെയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. താങ്ക് യു ഓൾ. ഓവർ ടു മനോജി. താങ്ക് യു സൈരാജ്. മാതൃഭൂമിയുടെ വിശദമായ വാർത്തയാണ് നാം കേട്ടത്. വയനാടിൽ മണ്ണിളകാനുണ്ടായ കാരണം, ഉരുൾപൊട്ടലിന്റെ കാരണങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇന്ന് മാതൃഭൂമി ചിത്രസഹിതം പ്രതിപാദിച്ചു എന്നാണ് സൈരാജിയുടെ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് ഷമീനയിലേക്കാണ്. സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആകുമ്പോൾ ഷമീന, അത് കഴിഞ്ഞ് CTS 8 മണിയോടുകൂടി എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓവർ ടു ഷമീന. താങ്ക് യു മനോജി. നമസ്കാരം. ഓൺലൈൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഷമീന. മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത അക്കൗണ്ടുകളുടെ എണ്ണം പെരുകുന്നതോടെ പിഴ ഇനത്തിൽ ബാങ്കുകൾ വാരുന്നത് കോടിക്കണക്കിന് രൂപ. രാജ്യത്ത് SBI ഒഴികെയുള്ള ബാങ്കുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ഇനത്തിൽ സമ്പാദിച്ചത് 2331 കോടി രൂപയാണ്. കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഈ കണക്കിൽ സ്വകാര്യ ബാങ്കുകളുടെ വരുമാനം ഉൾപ്പെട്ടിട്ടില്ല. മുൻ വർഷത്തെ അപേക്ഷിച്ച് ബാങ്കുകൾ ഈ ഇനത്തിൽ മാത്രം 25.63% വരുമാന വളർച്ചയാണ് ഉണ്ടായത്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധത്തിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് US-ന്റെ പ്രഖ്യാപനം. ഹനിയ വധത്തിൽ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ച് തിരിച്ചടിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് US നീക്കം. ഇസ്രയേലിന് നേരെയുള്ള ഏത് ആക്രമണങ്ങളെയും പ്രതിരോധിക്കുമെന്നും US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ അറിയിച്ചു. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് കുടുങ്ങിയ 800ഓളം തീർത്ഥാടകരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇതുവരെ 15 മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ 50ഓളം പേർ മരിച്ചതായി കണക്കാക്കുന്നുവെന്ന് സംസ്ഥാനത്തെ മന്ത്രി വിക്രമാദിത്യ സിംഗ്. രക്ഷാദൗത്യം പൂർത്തിയായതിനു ശേഷം മാത്രമേ മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി പറയാനാകുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ വെള്ളത്തിൽ മുങ്ങി. കൊൽക്കത്തയിലും സമീപ ജില്ലകളിലും പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് വിമാനത്താവളം വെള്ളത്തിൽ മുങ്ങിയത്. BJP നടത്തുന്നത് അധികാര ജിഹാദ് ആണെന്ന് ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ. പാനിപ്പത്ത് യുദ്ധത്തിൽ മറാത്ത സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയ അഫ്ഗാൻ ഭരണാധികാരി അഹമ്മദ് ഷാ അബ്ദാലിയുടെ രാഷ്ട്രീയ പിൻഗാമിയാണ് അമിത്ഷാ എന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു. ഔറംഗസേബ് ഫാൻ ക്ലബ് തലവനാണ് ഉദ്ധവ് താക്കറെ എന്ന് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.
17കാരൻ ഓടിച്ച കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മകൾക്ക് ഗുരുതര പരിക്കേറ്റു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഇന്നലെയായിരുന്നു സംഭവം. 77ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി 1947 രൂപ മുതൽ ആരംഭിക്കുന്ന ടിക്കറ്റ് നിരക്കുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്രീഡം സെയിൽ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 30 വരെയുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകൾക്കായി ഓഗസ്റ്റ് 5 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. പ്രശസ്ത നർത്തകി യാമിനി കൃഷ്ണമൂർത്തി 84 വയസ്സായിരുന്നു, അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദില്ലി അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ക്ലാസിക്കൽ നൃത്തരൂപങ്ങളായ ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിക്കൊടുത്ത നർത്തകിയായിരുന്ന യാമിനി കൃഷ്ണമൂർത്തി ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലക്കാരിയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പരക്കെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണം. മധ്യ കേരളം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയായി ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യത ഉണ്ടെന്നും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യം ഇന്ന് പുനരാരംഭിക്കും. ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഗംഗാവാലി നദിയിലെ അടിയൊഴുക്കിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച ദൗത്യമാണ് ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയെന്ന പരാതിയിൽ കളമശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് വിടാക്കുഴ എന്ന ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന വിടാക്കുഴ ഷിജു ജബ്ബാറാണ് അറസ്റ്റിലായത്. മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന പുനരധിവാസ പദ്ധതിയിലേക്ക് 1 കോടി രൂപ അനുവദിക്കുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP. സംസ്ഥാന സർക്കാർ മുൻഗണന നിശ്ചയിച്ച് നൽകുന്ന വിവിധ പദ്ധതികൾക്കായാണ് തുക ചെലവഴിക്കുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിച്ചവരുടെ ഇൻഷുറൻസ് ക്ലെയിം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പണം നൽകണമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. LIC, നാഷണൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ അഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് അടക്കമുള്ള കമ്പനികൾക്കാണ് നിർദ്ദേശം. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉള്ളുരുകുന്നവർക്ക് ആശ്വാസമേകി സൈക്കോ സോഷ്യൽ കൗൺസിലർമാർ. ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കും അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാത്തവർക്കും സാമൂഹ്യ മാനസിക പിന്തുണ നൽകുകയാണ് ഇവരുടെ ലക്ഷ്യം. ദുരന്ത മേഖലയിലെ 17 ക്യാമ്പുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് സെന്ററുകൾ സജീവമാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ DNA സാമ്പിൾ എടുക്കുന്നതിന് മാനസികാരോഗ്യ പിന്തുണയ്ക്കുള്ള പ്രോട്ടോകോൾ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയതായി മന്ത്രി വീണ ജോർജ്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങൾ മാത്രം ലഭിച്ചവരുടെയും സാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാനുള്ള QR കോഡ് സംവിധാനം പിൻവലിച്ചു. തട്ടിപ്പുകൾക്കുള്ള സാധ്യത ഒഴിവാക്കാനാണ് നടപടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പകരം പോർട്ടലിൽ നൽകിയിട്ടുള്ള UPI ID വഴി പണം അയക്കാം. ഗവർണർമാരുടെ സമ്മേളനത്തിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചതായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കൂടുതൽ സഹായം എത്തിക്കാനാണ് ശ്രമം നടക്കുന്നത്. താൻ പോകുന്ന ഇടങ്ങളിലൊക്കെ വയനാടിനെ സഹായിക്കാൻ പറയുമെന്ന് വ്യക്തമാക്കിയ ഗവർണർ CMDRFനെതിരായ പ്രചാരണത്തെക്കുറിച്ച് അറിയില്ലെന്നും കൂട്ടിച്ചേർത്തു. വയനാട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിന് 4 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്നാണ് ജില്ലാ കളക്ടർക്ക് 4 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരമാണ് തുക വിനിയോഗിക്കേണ്ടത്. ദുരന്ത സ്ഥലത്ത് നിന്ന് രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ലഭിച്ച ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും സിവിൽ സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലോ മറ്റു കൺട്രോൾ റൂമിലോ ഏൽപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിങ്കു ബി സ്വാൾ. ഇവ സൂക്ഷിക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. കൺട്രോൾ റൂമിൽ ലഭിച്ച വസ്തുക്കൾ പോലീസിന് കൈമാറി രസീത് കൈപ്പറ്റണം എന്നും അദ്ദേഹം അറിയിച്ചു.
ചുരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ദുരന്തത്തിനിരയായവരുടെ വീടുകളിലോ പ്രദേശത്തോ രാത്രിയിൽ അതിക്രമിച്ച് കടക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും. ഇവിടങ്ങളിലെ വീടുകളിലോ പ്രദേശങ്ങളിലോ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിലോ അല്ലാതെയോ പോലീസിന്റെ അനുവാദമില്ലാതെ രാത്രി കാലങ്ങളിൽ ആരും പ്രവേശിക്കാൻ പാടില്ല. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടാൻ ഒരു ഫയർഫോഴ്സ് ടീമും ചൂരൽമലയിൽ തുടരും. ബ്ലെയി പാലത്തിന് കരസേനയുടെ കാവലും ഉണ്ടാവും. ബെയിലി പാലത്തിന്. ഒരു വാർത്ത കൂടി. മുണ്ടക്കൈ ചുരൽമല മേഖലയിൽ സേവനം ചെയ്യാൻ എത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷ ഉൾപ്പെടെ മുൻനിർത്തിയും മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായാണ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത്. സംഘങ്ങളായി വരുന്ന സന്നദ്ധ സേവകർ ടീം ലീഡറുടെ പേരും വിലാസവും രജിസ്റ്റർ ചെയ്താൽ മതിയാകുമെന്നും വയനാട് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇതോടുകൂടി എന്റെ വാർത്താവായന ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്റെ വാർത്താവായന കേട്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഓവർ ടു മനോജ് ജി. താങ്ക് യു ഷമീന. ഓൺലൈൻ വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഇപ്പോൾ സമയം 8 മണിയായിരിക്കുന്നു. ഇനി നമുക്ക് പോകാനുള്ളത് CTC യിലേക്കാണ്. ദേശാഭിമാനി